പഞ്ചാബികൾക്ക് വലിയ പേരൊക്കെ ഉണ്ടാവും, വല്ല അമർദീപ് സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവന്മാർ ഇവിടെ വന്നിട്ട് വല്ല റോക്കിന്നോ അല്ലെങ്കിൽ സണ്ണിന്നൊക്കെ അവന്മാര് പേര് മാറ്റും. നമ്മൾ നാട്ടിൽ വെറും 50 രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനം ഇവിടെ 5 ഇരട്ടി കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണോ എന്ന് നമ്മൾ ചിന്തിക്കും. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൾച്ചർ ഷോക്കാണ്. ആദ്യം തന്നെ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ട് ഷോക്കാവും. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ നാട്ടിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മുതിർന്നവരെ അല്ലെങ്കിൽ പ്രായമുള്ളവരെ അങ്കിളെ അഥവാ ആൻറ്റി എന്നൊക്കെ വിളിക്കൂലേ, ആ പരിപാടി ഇവിടെ നടക്കത്തില്ല കേട്ടോ. ഇവിടെ നമ്മൾ അങ്കിളും ആൻറ്റിന്നും ഒക്കെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കുക ഏത് ബന്ധമാണ് നമ്മൾ തമ്മിൽ ഉള്ളതെന്ന്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന മീനിങ് നമ്മുടെ നാട്ടിലായിട്ട് സെയിം അല്ല. ഇവിടെ റിലേറ്റീവ്സിനെ മാത്രമാണ് അങ്കിൾ അഥവാ ആൻറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ നിക് നെയിം ബേസിസിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ആളുടെ പേരാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഫസ്റ്റ് നെയിം അഥവാ ലാസ്റ്റ് നെയിം ആണ് നമ്മൾ സാറിനെ വിളിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് നിക് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അത് കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് പഞ്ചാബികളുടെ ഇടയിലാണ്. പഞ്ചാബികൾക്ക് വലിയ പേരൊക്കെ ഉണ്ടാവും, വല്ല അമർദീപ് സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവന്മാർ ഇവിടെ വന്നിട്ട് വല്ല റോക്കിന്നോ അല്ലെങ്കിൽ സണ്ണിന്നൊക്കെ അവന്മാര് പേര് മാറ്റും. അല്ലെ ചൈനക്കാരുടെ വലിയ പേരായിരിക്കും ട്രാങ് കൂങ് കാങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവന്മാർ ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പേരുകൾ പൊതുവെ എടുക്കാറുണ്ട്. വളരെയധികം ഈസി ആയിട്ടുള്ള വല്ല സമ്മർന്നോ അല്ലെ ജൂലൈന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പേരിടും അവന്മാര്. അതാകുമ്പോൾ സായിപ്പന്മാർക്ക് വിളിക്കാൻ എളുപ്പം ഉണ്ടാവുമല്ലോ. മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇതാണ് എൻ്റെ പേരെന്ന് പറയാനായിട്ട് എളുപ്പമുണ്ട്. അങ്ങനെ നിക് നെയിംസ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആദ്യത്തെ ഏറ്റവും വലിയ കൾച്ചർ ഷോക്ക് എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ ചെല്ലുന്ന സമയത്താണ്. നമ്മൾ ആദ്യം തന്നെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കണമല്ലോ. അപ്പം നമ്മൾ കുറച്ച് ചോറും കുറച്ച് ചിക്കനും കുറച്ച് പയറും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിലെ വില കണ്ടിട്ട് നമ്മളെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പോലും പറ്റത്തില്ല ആ പ്രൈസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ 1 കിലോ പഴത്തിന് ഇവിടെ $4.5 അല്ലെ $5 വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു 250 രൂപേനടുത്ത് വരും. നമ്മൾ നാട്ടിൽ വെറും 50 രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനം ഇവിടെ 5 ഇരട്ടി കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്താണ് ഏറ്റവും ബെസ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇവിടുത്തെ പ്രൈസ് നാട്ടിലത്തെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അതെന്തായാലും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. പക്ഷെ പയ്യെ ഗ്രാജുവലി അത് നിങ്ങൾ കൺവേർഷന്റെ പ്രോസസ്സ് നിങ്ങൾ കളയും. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന പൈസ കൂടുതലാണ്. ഇവിടെ ഓസ്ട്രേലിയ വളരെയധികം ഫേമസ് ആണ്. വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പെയ്ഡ് സാലറീസ് കിട്ടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ എക്സ്പെൻസീവ് ഏറ്റവും കൂടുതലാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ. ഏതാണ്ട് 4th മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രിയാണ് ഇൻ ദ ഹോൾ വേൾഡ്. ഏറ്റവും കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് മേടിക്കുന്ന സാധനങ്ങൾ എത്ര വിലയാന്ന് പറഞ്ഞാലും നമുക്ക് അത് മേടിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കുന്നതിന് ഉപേക്ഷിച്ച് നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുന്നതാണ് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റിന്റെ ഇടയിൽ തന്നെ ഓൾഡി എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും പൊതുവെ അഫോർഡബിൾ ആയിട്ടുള്ള ഗ്രോസറീസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൾച്ചർ ഷോക്ക് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തെ കൾച്ചർ ഷോക്ക് എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞോണ്ട് തന്നെ വെതറാണ്. ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന സമയത്ത്. നമ്മുടെ കേരളത്തിൽ പൊതുവേ കുറച്ച് ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ, പിന്നെ നല്ല വെയിലും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ പോകുന്ന അനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങൾ മെൽബണിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഏകദേശം 4 കാലാവസ്ഥയാണ്. ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വെതറാണ്. അതേസമയം ഞാൻ ഇപ്പം താമസിക്കുന്ന സിഡ്നിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രഡിക്റ്റബിൾ ആണ്. ഇവിടെ കുറച്ചുകൂടെ സണ്ണിയാണ് പൊതുവെ. എങ്കിൽ പോലും 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ഇടയ്ക്ക് മഴ പെയ്യാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ഈ സമ്മറിന്റെ ക്ലൈമറ്റിൽ. വിന്ററിലാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നല്ല തണുപ്പും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഹേ ഫീവറിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഇവിടെ കാറ്റുള്ള സമയത്ത്, ഇത് പ്രത്യേകിച്ച് മെൽബണിലാണ് കേട്ടോ ഞാൻ കണ്ടേക്കുന്നത്. മെൽബണിൽ മിക്കപ്പോഴും കാറ്റുണ്ട് കാലാവസ്ഥയിൽ. അപ്പോൾ നമ്മുടെ വെതർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാരണം ക്ലൗഡും എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വെതറും ഷിഫ്റ്റ് ആവും. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഹാർവെസ്റ്റ് ചെയ്യുന്ന പോളന് ഈ വിൻഡിൻ്റെ ഒപ്പം ഇങ്ങനെ ക്യാരി ചെയ്യും. എന്നിട്ട് നമുക്ക് ഹേ ഫീവർ അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്ലൂവിൻ്റെ സീസൺ വരും. ഉയ്യോ ഒന്നും പറയണ്ട.
ഇവിടെ ഉള്ളവന്മാര് ഇതിനു വേണ്ടിയിട്ട് ഫ്ലൂ ഷോട്ട് അടിക്കും എല്ലാ വർഷവും. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് ഈ ഫ്ലൂ സിംറ്റംസ്, അതായത് റണ്ണി നോസ്, തലവേദന, പിന്നെ സോർ ത്രോട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് അത് സഹായിക്കും. നാലാമത്തെ കൾച്ചർ ഷോക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ കോഫി കൾച്ചറാണ്. നമ്മൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഉള്ള കോഫി ഷോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആണ്. സിഡ്നി CBDയിൽ പോവാണെങ്കിൽ മിനിമം ഒരു 200-ൽ പരം ബരിസ്റ്റ അല്ലെങ്കിൽ കോഫി ഷോപ്സ് കിടപ്പുണ്ടാവും. 200 അല്ല കോഫി ഷോപ്സ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കോഫി എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോഫി ആണ്. ഇവർ യൂസ് ചെയ്യുന്നത് അറാബിക്ക എന്ന് പറയുന്ന കോഫി ബീൻസ് ആണ്. നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ താഴ്ന്ന ഗ്രേഡ് ആയിട്ടുള്ള കോഫി ബീൻസ് ആണ്. അതുകൊണ്ട് കോഫിയുടെ ടേസ്റ്റ് ഭയങ്കര അധികം ഇന്റൻസും ആണ്. കോഫി ലവേഴ്സിന് പറ്റിയ സ്ഥലമാണ് ഓസ്ട്രേലിയ. അടുത്തതെന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഏതൊരു യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും നമ്മൾ ആദ്യമേ തന്നെ വന്നു കഴിഞ്ഞോണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈശ്വര, ഈ സിറ്റിയൊക്കെ എന്തുമാത്രം ക്ലീനാണ്, ഇവിടെ ഒന്നും ഒരു പേപ്പറിന്റെ കഷ്ണം പോലും നിലത്ത് കിടപ്പില്ലല്ലോ എന്നുള്ളതാണ്. മിക്ക കേസുകളിലും അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് പൊതുവെ നല്ലതാണ്. പിന്നെ ചില അലമ്പ് പിടിച്ച സബേർബ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ മൊത്തത്തിൽ അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ മിക്ക സബേർബ്സിലും ഇവർക്ക് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ ഓരോ സബേർബ്സിനും ഓരോ കൗൺസിലുണ്ട്. നമ്മൾ താമസിക്കുന്ന കൗൺസിൽ ഏതാണോ എല്ലാ ആഴ്ചയിലും നമ്മുടെ ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ്, ഗ്ലാസ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവർ കളക്ട് ചെയ്യും പീരിയോഡിക്കലി. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയ ടോട്ടലി വേറെ ലെവലിലാണ്. അടുത്തതെന്ന് പറയാനുള്ളത് പട്ടികളാണ്. ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പോലെ കുറെ ചാവാലി പട്ടികളൊന്നും ഇവിടെ കാണത്തില്ല. നമ്മളിവിടെ സിറ്റിയിൽ കൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ പട്ടികളെ കാണുക എന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് കല്ലെറിയാനോ അതോ അതിനെ ഓടിച്ചു നിൽക്കാനോ നോക്കരുത്. കാരണം മിക്കപ്പോഴും അത് പെറ്റ് ആനിമൽസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയൻസ് പൊതുവെ പട്ടികളെ പറ്റി ദിവസങ്ങളോളം സംസാരിക്കും എന്നുള്ളതാണ്. ഇവിടെ പട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫാമിലി മെമ്പറാണ്, അവരുടെ ബ്രദറാണ്, അല്ലെങ്കിൽ സ്വന്തം മക്കളെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ സംസാരിക്കുന്ന പോലെ ഇവിടെ ഒരിക്കലും സംസാരിക്കാൻ നിൽക്കരുത്. പട്ടികളെ പട്ടിന്ന് പോലും അല്ല വിളിക്കുന്നത്, ഇവിടെ പേരാണ് വിളിക്കുന്നത്. റിക്കെന്നോ അല്ലെങ്കിൽ സ്പൈഡറിനോ അങ്ങനെയൊക്കെയാണ് ഇവന്മാർ പേരിടുന്നത് പട്ടികൾക്ക്. അപ്പോൾ അത്രയ്ക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ഇവർക്ക് പട്ടികളിൽ. പിന്നെ നാട്ടിലെ പോലെ അഗ്രസീവ് ആയിരിക്കില്ല പട്ടികളുടെ ബിഹേവിയർ. ഇവിടെ നല്ലപോലെ പെറ്റ് ഓണേഴ്സ് അവരുടെ പെറ്റിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗിനെ ആയിരിക്കും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ ചാടി കയറി കടിക്കാനോ അങ്ങനെ ഒന്നും നിൽക്കത്തില്ല. അപ്പൊ ഇവിടുത്തെ ഡോഗ് കൾച്ചർ എന്ന് പറയുന്നതും ടോട്ടലി വേറൊരു സീനാണ്. ലാസ്റ്റ് എന്ന് തന്നെ പറയുന്നത്, നമ്മൾ CBD അഥവാ സിറ്റി ഏരിയയിൽ പോകുന്ന സമയത്ത് റോഡിന്റെ നടുക്കൂടെ ട്രാമുകൾ പോകുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര അധികം അത്ഭുതം തോന്നും. ഇത് അത്ഭുതം മാത്രമല്ല, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. വണ്ടി ഓടിക്കുന്നതിന്റെ സെയിം റോഡിന്റെ സൈഡ് ബൈ സൈഡാണ് ട്രാം കൂടെ പോകുന്നത്. അപ്പൊ നമുക്ക് സിറ്റി കൂടെ പോകാനായിട്ടൊക്കെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും ആദ്യം ഓടിക്കുന്ന സമയത്ത്. അതേസമയം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ സിറ്റിയുടെ നടുക്കൂടെ ഫുൾ വ്യൂവും ക്യാപ്ചർ ചെയ്ത് ചുറ്റും നഗരവും കണ്ണത്താ ദൂരത്തുള്ള ബിൽഡിങ്സും കണ്ടുകൊണ്ടിരുന്ന് ആ ട്രാമിൽ ഇരുന്നുകൊണ്ട് ആ ഫുൾ എക്സ്പീരിയൻസ് സോക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതും ആദ്യം തന്നെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഒരു വാവ് ഫാക്ടർ തന്നെയാണ്, അഥവാ കൾച്ചർ ഷോക്ക് എന്നും നമുക്ക് പറയാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കൾച്ചർ ഷോക്ക് അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോയ്ക്ക് ഒരു തംസ് അപ്പ് കൊടുക്കുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.